എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നെല്ലിക്ക അച്ചാറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായി ഞാനിവിടെ 1 കിലോ നെല്ലിക്കയാണ് എടുത്തിരിക്കുന്നത്. അത് നടുകെ മുറിച്ചിട്ടാണ് നമ്മൾ വേവിക്കാൻ വെക്കുന്നത്. ഇതിപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. നെല്ലിക്കയുടെ നടുക്കിലൂടെ വരഞ്ഞു വിട്ടാൽ മതി കേട്ടോ, കത്തി കൊണ്ട്. ഇനി ഇത് നമുക്ക് കുരു കളഞ്ഞ് എടുക്കണം. നന്നായിട്ട് വെന്ത നെല്ലിക്കയാണെങ്കിൽ നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് ഞെക്കിയാൽ മതി, അല്ലെങ്കിൽ പ്രസ് ചെയ്താൽ മതി. അപ്പോൾ തന്നെ കുരു പുറത്തേക്ക് വരും. നമ്മളിപ്പോൾ കുരുവൊക്കെ കളഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാനിൽ കുറച്ച് കടുകും കുറച്ച് ഉലുവയും കുറച്ച് ജീരകവും വറുത്തെടുക്കാം. എന്നിട്ട് അത് പൊടിച്ച് നെല്ലിക്ക അച്ചാറിലേക്ക് ചേർക്കണം. പാൻ ചൂടായി അതിലേക്ക് കടുക്, ഉലുവ, ജീരകം ഇതെല്ലാം ഇട്ടൊന്ന് വറുത്തെടുക്കാം. ഞാൻ കല്ലിലാണ് കേട്ടോ പൊടിച്ചെടുക്കുന്നത്. വേണമെങ്കിൽ മിക്സിയുടെ ജാറിലും പൊടിച്ചെടുക്കാം. പൊടിയാവണ്ട, ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി. ഒരു പാൻ എടുക്കുക, അതിലേക്ക് കടുക് ഇടാം, കറിവേപ്പില ഇടാം. അതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ആ മിക്സ് ചേർക്കാം. നന്നായിട്ട് മൂത്ത് വരുമ്പോൾ 2 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു നുള്ള് കായം, 2 സ്പൂൺ ഉപ്പ് എന്നിവ ചേർത്ത് നന്നായി ഇളക്കാം. അരപ്പെല്ലാം നന്നായി മൂത്ത് വരണം. ഇതിപ്പോൾ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന നെല്ലിക്ക ഇടാം. അരപ്പെല്ലാം ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് വിനാഗിരി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അടച്ചു വെക്കാം. 5 മിനിറ്റ് കഴിയുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. നെല്ലിക്ക അച്ചാർ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ.